അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ പഠനം മധുരം ക്ലാസ്സിലൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. നമ്മുടെ ഓരോ ക്ലാസ്സുകളും പഠിച്ചു മറന്നതൊക്കെ ഓർമ്മയിൽ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായിട്ട് പോകുന്നത്. കാരണം ഓരോ മദ്രസകളിൽ നിന്നും വിളിക്കുന്നത് പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ക്ലാസ് എടുക്കാനാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് കൊണ്ട് ഏറ്റവും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഏത് കുട്ടികളായാലും ശരി, നമുക്ക് അവർക്ക് അറബി കൂട്ടി വായിക്കാനും അതേപോലെ തജ്വീദ് സംബന്ധമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കുറേ അറിവുകൾ കൊടുക്കാൻ നമുക്ക് പറ്റും. അതുപോലെ നമ്മുടെ ഉപകരണങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകങ്ങളും ചാർട്ടുകളൊക്കെ അതിന് ഉപകരിക്കും. എല്ലാ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ച ഒരു അക്ഷരം തന്നെയാണ്, എളുപ്പത്തിൽ പഠിക്കാവുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അക്ഷരമാണ് ഹ. ഇത് മലയാളത്തിൽ ഹ. ഇതേ സെയിം അക്ഷരം തന്നെയാണ് ഇത്. ഫതഹിട്ടാൽ ഹ. രണ്ടും ഹ ആണ്. പക്ഷെ ഇത് വരുന്നത് ചില പദങ്ങളിൽ വ്യത്യസ്തമുണ്ട്. വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ തുടക്കത്തിൽ ഇങ്ങനെ എഴുതും. ഇപ്പൊ ഹാവും ജീമും മീമും കൂടാണ് നമ്മൾ എഴുതുന്നത്. ഹജ്മുൻ. ഹജ്മുൻ ആണ് നമ്മളിപ്പോൾ എഴുതിയത്. അപ്പൊ തുടക്കത്തിൽ എന്തൊരു ഈ ഹായേ വരത്തുള്ളൂ, ഈ ഹാ വരത്തില്ല. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനെ പരിചയപ്പെടുത്തി നമ്മൾ കുറച്ച് ക്ലാസ് എടുത്തിരുന്നു. എങ്കിലും നമ്മൾ ഒന്നുകൂടി അത് വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പൊ നോക്ക്, കുറച്ച് പദങ്ങൾ നമ്മൾ എഴുതുവാണ്. ഹൗ, ഹൗലുൻ, ഹൗലുൻ. ഹിമമുൻ, ഹിമമുൻ, ഹിമമുൻ. ഹാവും ദാലും. ഇവിടെ ഹാവും മീമും മീമും. ഇവിടെ ഹാ വാവ് ലാമ്. ഇത് ഹാവും ദാലുമാണ്. ഹുദ്, ഹുദുൻ, ഹുദ്, ഹുദുൻ. ഇപ്പൊ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ് ഇത്? ഹ, ഹ. ഇത് ഹജ്മുൻ, ഹൗലുൻ, ഹിമമുൻ, ഹുദുഹുദുൻ. കുറഞ്ഞ വാക്കുകളുള്ള നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഖുർആൻ പാരായണത്തിൽ വളരെ ഉപകാരപ്പെടും. മഹ്റുൻ, മഹ്റുൻ. ഇനി നമ്മൾക്ക് ഈ ഹാ വേറൊരു പദത്തിൽ വരുമ്പോൾ എങ്ങനെ മാറും നോക്കാം. വേണ്ട, കാഫ് റാ, കുർ, കുർ. ഇതും ഹ ആണ്, നമ്മൾ പഠിച്ചില്ലയോ? ഇതെങ്ങനെ വായിക്കും? കുർഹുൻ, 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 കുർ, കുർഹുൻ. എങ്ങനെ വായിക്കും? കുർഹുൻ. അടുത്ത നോക്കാം. അടുത്ത പദങ്ങളും വജ്ഹുൻ, വജ്, വജ്ഹുൻ. ഉണ്ടോ? അല്ല, വജ്ഹുൻ. അതെ, ഇവിടെ കുർഹുൻ എന്ന് പറയുമ്പോൾ ഹ ഒറ്റയ്ക്ക് എഴുതി. കാരണം എന്താ? ചില അക്ഷരങ്ങളുടെ കൂടെ ചില അക്ഷരങ്ങൾ ചേർക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ റായിന് ശേഷം വേറൊരു അക്ഷരം കൂടി ചേർക്കത്തില്ല, അലിഫിന് ശേഷം ചേർക്കത്തില്ല, ദാലിന് ശേഷം വരത്തില്ല. മനസ്സിലായോ? ഈ അക്ഷരങ്ങൾക്ക് ഒന്നും ശേഷം എന്ത് വരത്തില്ല? അല്ല, വേറൊരു അക്ഷരം ചേർക്കത്തില്ല. ഒരക്ഷരവും കൂട്ടക്ഷരമായിട്ട് വരത്തില്ല. ശേഷം അക്ഷരം ഇവിടെ നോക്കേ, ജീമിന് ശേഷം ഹ എഴുതി, മീമിന് ശേഷം ഹ എഴുതി, അങ്ങനെ വരും. മനസ്സിലായോ? അടുത്ത് നോക്കേ, മ, ഹ്. ഉണ്ടോ? ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? മീമ്, മീമ്, ഹാ, മീമ്, ഹാ, മീമ്, ഹാ, മീമ്, ഹാ. രണ്ടിടത്തും ഹാ വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹാ തുടക്കത്തിലും വരും, നടുക്കും വരും. ലാസ്റ്റ് വരുമ്പം ഈ ഹാ വരുവോ? അതാണ് മഹ്, മഹുൻ, മഹ്, മഹുൻ. എങ്ങനെ? മഹ്, മഹുൻ, മഹ്, മഹുൻ. മഹ്, മഹുൻ അല്ല, മഹ്, മഹുൻ, മഹ്, മഹുൻ. സൂറത്ത് കേൾക്കുന്ന ഒരു പദം എഴുതാണ്. ഇതെന്താണ്? അം, അംഹിൽ, അംഹിൽ. എന്താണ്? അംഹിൽ, അംഹിൽ, ഹും.
അംഹിൽഹും അംഹിൽഹും എന്താണ് അംഹിൽഹും 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 ഉണ്ടോ രണ്ട് സ്ഥലത്ത് വന്നു ഒരു പദത്തിൽ തന്നെ അംഹിൽഹും അംഹിൽഹും റുവൈദ നമ്മൾ ഓതുന്നുണ്ട് അല്ലേ അപ്പൊ അംഹിൽഹും മനസ്സിലായില്ലേ ഹാഇന്റെ രണ്ട് വിധത്തിൽ ഹ വരും എന്ന് പഠിച്ചു നമ്മള് അപ്പൊ അതിന്റെ രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നോക്കിക്കോ ഈ ഹ വരുന്നത് ലാമ് ഹ എങ്ങനെ വായിക്കും ലഹു എങ്ങനെ വായിക്കും ലഹു ഇത് ബിഹി ലഹു ബിഹി മിൻഹു എന്താണ് ഇവിടെ എങ്ങനെ വായിച്ചത് നമ്മള് ലഹു ലഹു ഇത് ബിഹി ഇവിടോ മിൻഹു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ എന്താന്ന് വെച്ചാല് ഈ ഹാ നമ്മൾ ഒറ്റയ്ക്ക് പറയുമ്പോഴേ ലഹു എന്ന് പറയുമ്പോൾ ഒരു നോർമൽ നീട്ടൽ വരും ലഹു ഇല്ല ബിഹി എന്ന് പറയുമ്പോഴും എന്തെങ്കിലും ഒരു നോർമൽ നീട്ടൽ വരും ബിഹി അല്ല ബിഹി പക്ഷേ ഈ ഹാഇന് മുമ്പോ പിമ്പോ സുക്കൂൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല ഈ ഹാഇന് നീട്ടത്തില്ല അപ്പൊ ഇവിടെ മിൻഹു ഇവിടെ ഉദാഹരണം പറഞ്ഞതാണ്ട് ലഹുൽ മുൽക്കു ലഹുൽ മുൽക്കു ഉണ്ടോ ലഹുൽ മുൽക്കു എന്ന് ഓതുമ്പോൾ എന്ത് ചെയ്യത്തില്ല ലഹൂന്നിവിടെ നീട്ടുവോ കാരണം എന്തുകൊണ്ടാ നമ്മൾ കാരണം പറഞ്ഞു എന്തുകൊണ്ടാ ശേഷം സുക്കൂൻ വന്നു ഇവിടെ തുടക്കത്തിൽ സുക്കൂൻ വന്നു ഹായിന് മുമ്പോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഈ ഹായിന് എന്ത് ചെയ്യത്തില്ല ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു അസിലിയായ നീട്ട് വരും എന്ത് നീട്ടാ അസിലിയായ നീട്ടം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരു മീഡിയം നീട്ട് എന്ന് പറഞ്ഞാൽ ഓവർ നീട്ടാനും പാടില്ല നീട്ടാതിരിക്കാനും പാടില്ല അതാണ് അസിലിയായ മദ് ആ ലഹുൽ മുൽക്കു എന്നാ ഞാൻ എഴുതിയ ഒരു ഉദാഹരണം എഴുതിയ ലഹുൽ മുൽക്കു ലഹുൽ മുൽക്കു ഇനി നമുക്ക് പറഞ്ഞ എന്താണ് ഈ അസിലിയായ മദ് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എളുപ്പം പഠിക്കാവുന്ന ഉദാഹരണം നമ്മുടെ മലയാളത്തിൽ പറയുന്ന വാക്കുകളാ നമ്മൾ ഇതെന്ത് പറയും മൂക്ക് ഒത്തിരി നീട്ടി നോക്കേ മൂക്ക് എന്ന് പറയുമോ ഒട്ടും നീട്ടാതെ പറഞ്ഞേ മുക്ക് എന്ന് പറയുമോ അപ്പൊ എന്താണ് മൂക്ക് ഒരു മീഡിയം നീട്ടി നമ്മൾ നാക്കിനെന്ന് പറഞ്ഞു നോക്കേ നാക്ക് ഒത്തിരി നീട്ടി നോക്കേ നാക്ക് എന്ന് പറയത്തില്ല പിന്നെ നക്കെന്ന് പറയുമോ കണ്ടോ ഇതെന്താ താടി ഒത്തിരി നീട്ടി നോക്കേ ഒട്ടും നീട്ടാ പറഞ്ഞു നോക്കേ താടി എന്നും പറയത്തില്ല പിന്നെ എന്താ പറയാ തടി എന്നും പറയത്തില്ല അത് നമുക്ക് പഠിക്കാറുണ്ട് കാരണം ഇത് കമരിയായ അക്ഷരമാണ് കമരിയ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫിൻ ലാമും വന്നാൽ ലാമിനെ മാത്രമേ ഉച്ചരിക്കത്തുള്ളൂ ഷംസി ആണെങ്കിൽ അലിഫിൻ ലാമിനെ ഉച്ചരിക്കത്തേ ഇല്ല അതൊക്കെ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ് അല്ലാഹുതആല നമ്മുടെ ഈ പഠനവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുതആല സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു